ടെക്സ്റ്റ് ഫാമിലിയിലെ മറ്റ് ഓപ്ഷനുകളെ കൂടി ഇതിലൂടെ നമുക്ക് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു ടെക്സ്റ്റ് സെലക്ട് ചെയ്തിരിക്കുകയാണ്. ഇതിന്റെ ടൈപ്പ് എന്ന ഈ പ്രോപ്പർട്ടി ബാറിൽ ഒരുവിധം സംഗതികളെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇവിടെ ഈ ആർട്ട് വർക്ക് വരെ. അടുത്തത് ഒപ്പാസിറ്റി എന്നാണ്. ഒപ്പാസിറ്റി എന്നാൽ ട്രാൻസ്പെറൻസിയുടെ ഓപ്പോസിറ്റ് ആണ് ഒപ്പാസിറ്റി. ഇതിപ്പോ 100% ഒപ്പാസിറ്റി ആണ്. ഒപ്പാസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വസ്തുവിന്റെ മുകളിലൂടെ അല്ലെങ്കിൽ അതിലൂടെ മറ്റൊരു വസ്തുവിനെ കാണാൻ പറ്റുന്ന അവസ്ഥ. മലയാളത്തില് അദാര്യത എന്നാണ് പറയാ. അദാര്യത. ഒപ്പാസിറ്റി. ട്രാൻസ്പെറൻസി എന്നുള്ളത് സുതാര്യത. ട്രാൻസ്പെറൻസിയുടെ ഓപ്പോസിറ്റ് വാക്കാണ് ഈ ഒപ്പാസിറ്റി. ഒപ്പാസിറ്റി 100 എന്ന് പറഞ്ഞാൽ ട്രാൻസ്പെറൻസി 0 എന്നർത്ഥം. ഒപ്പാസിറ്റി 0 എന്ന് പറഞ്ഞാൽ ട്രാൻസ്പെറൻസി 100% എന്നർത്ഥം. ഇവിടെ ഈ വസ്തു ടെക്സ്റ്റ് എന്ന് മാത്രമല്ല എല്ലാ ഒബ്ജക്റ്റുകൾക്കും നമുക്ക് ഈ ഒപ്പാസിറ്റി അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. നോക്കാം. ഇവിടെ ഇപ്പോൾ ടെക്സ്റ്റിന്റെ ഒപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഒപ്പാസിറ്റി സെലക്ട് ചെയ്യാം. ഇവിടെ 100 കൊടുത്തിരിക്കുന്നത്. ഈ കാണുന്ന ഏരിയയിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഈ സ്ലൈഡർ മൂവ് ചെയ്തുകൊണ്ടോ നമുക്ക് ആവശ്യമായിട്ടുള്ള ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തുകൊണ്ടോ ഒപ്പാസിറ്റി കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ആവാം. ഉണ്ടോ? ഇതുപോലെയുള്ള ഒപ്പാസിറ്റി കൂട്ടുകയും കുറയ്ക്കുകയും ആവാം. പിന്നെ ഇതിന് വേറെയും കൺട്രോളുകൾ ഉണ്ട്. കൺട്രോളുകൾ അതിന്റെ സമയങ്ങളിൽ വരുമ്പോൾ അതിനനുസരിച്ചിട്ട് പറഞ്ഞു തരുന്നതാണ്. ഇതാണ് ഒപ്പാസിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. ഒപ്പാസിറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ത്രൂ അതിലൂടെ നമുക്ക് മറ്റ് ടെക്സ്റ്റുകളെ അല്ലെങ്കിൽ മറ്റ് ഒബ്ജക്റ്റുകളെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്ക് അത് സെലക്ട് ചെയ്തു ഇതിന്റെ മുകളിൽ കൊടുന്ന് വെച്ചപ്പോൾ ഇതിന്റെ മുകളിലാണ് ഇതിരിക്കുന്നത്. അപ്പൊ അതിന്റെ പിന്നിലുള്ള ടെക്സ്റ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിനാണ് ഒപ്പാസിറ്റി എന്ന് പറയുന്നത്. ഒപ്പാസിറ്റി 100% ആണെങ്കിൽ ഇത് പിന്നിലുള്ള ടെക്സ്റ്റിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. ഒരു മറവ് സംഭവിച്ചിട്ടുണ്ട്. അതൊരു ഒബ്ജക്റ്റിലൂടെ കൃത്യമായിട്ട് പറഞ്ഞു തരാൻ പറ്റുമെന്ന് തോന്നുന്നു. അവിടെ നമ്മളൊരു ഒബ്ജക്റ്റ് ഈ ഒബ്ജക്റ്റ് ഇതിന്റെ മുകളിൽ വെച്ചു. ഇതിന്റെ പിന്നിലുള്ള ടെക്സ്റ്റ് കാണുന്നില്ല. ഇതിന്റെ ഒപ്പാസിറ്റി ഇപ്പോ നിൽക്കുന്നത് 100 ആണ്. ഇവിടെ സെലക്ട് ചെയ്തുകൊണ്ട് കാണാം. അപ്പൊ ഒപ്പാസിറ്റി കുറയ്ക്കുമ്പോൾ അത് കുറെ കൂടി ട്രാൻസ്പെറന്റ് ആവുകയാണ് ചെയ്യുന്നത്. എത്രമാത്രം ഒപ്പാസിറ്റി കുറയ്ക്കുന്നു അത്രമാത്രം അത് ട്രാൻസ്പെറന്റ് ആവും. അപ്പൊ ട്രാൻസ്പെറൻസി കൂടുകയും പിന്നിലുള്ള ഒബ്ജക്റ്റുകളെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്നതിനാണ് ഒപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇനി ടെക്സ്റ്റിലേക്ക് തിരിച്ചു പോകാം. അപ്പോൾ ടെക്സ്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒപ്പാസിറ്റി കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനി ഒരു സംഗതിയാണ് അടുത്തതാണ് റീകളർ ആർട്ട് വർക്ക് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ഒരു ആർട്ട് വർക്ക് ഒരുപാട് കളറുകളും മറ്റും ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് എന്താ പറയുക ഒബ്ജക്റ്റുകളും ഉൾപ്പെടുത്തിക്കൊണ്ടൊക്കെ നമുക്ക് ആർട്ട് വർക്ക് നിർവഹിക്കാനായിട്ട് സാധിക്കും. അതിൽ വിവിധ തരത്തിലുള്ള കളറുകളും നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ഈ കളറുകളെ പലയിടത്തായിട്ട് കിടക്കുന്ന ഈ കളറുകളെ നമുക്കൊരു കൺട്രോളിലൂടെ അല്ലെങ്കിൽ ഒരു ഡയലോഗിലൂടെ എന്താ പറയുക കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ഈ കാണുന്ന റീകളർ ആർട്ട് വർക്ക് എന്ന് പറയുന്ന സംഗതി. ആർട്ട് വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വർക്കിനെയാണ് ആർട്ട് വർക്ക് എന്ന് പറയുന്നത്. ഡിസൈനിങ് വർക്ക്. ആ ഡിസൈനിങ് വർക്കിനെ റീകളർ ചെയ്യുക. അപ്പൊ അതിനൊരു മൊത്തത്തില് ഒരു കൺട്രോൾ ലഭിക്കുന്ന ഓരോ ഒബ്ജക്റ്റും സെലക്ട് ചെയ്യാതെ തന്നെ നമുക്ക് എന്തൊക്കെ കളർ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്യാണ്. ഇവിടെ ഒരു ഡയലോഗ് ബോക്സ് വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ഒബ്ജക്റ്റ് ഇത് മാത്രമാണ്. ഒബ്ജക്റ്റുകൾ എല്ലാം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് വരും. ഇവിടെ ക്യാൻസൽ ചെയ്തു. ഇത് 2 ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു. ഇപ്പൊ 2 കളർ ഉണ്ട്. ഇവിടെ കണ്ടോ? ഇവിടെ ഈ ആർട്ട് വർക്കിൽ 2 കളർ കാണാനായിട്ട് സാധിക്കും. ഒന്നുകൂടി ചെറുതാക്കിയിട്ട് കാണാം. കണ്ടില്ലേ? അപ്പൊ ഈ 2 കളറാണ് ഈ കാണുന്ന ആർട്ട് വർക്ക് കളേഴ്സ് എന്നുള്ളതിൽ കാണും. ഇവിടെ ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇപ്പോ ആക്ഷനിൽ ഇരിക്കുന്നത് ഈ കളറാണ്. കണ്ടോ? ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ കളർ മാറി ഇപ്പൊ ആക്ഷനിൽ ഇരിക്കുന്നത് ഈ കളർ. അപ്പൊ ഈ കളർ മാറ്റാൻ സാധിക്കും എന്നർത്ഥം. ആക്റ്റീവ് കളർ എന്നാണ് അതിന് പറയുന്നത്. ഇതിന്റെ ലിസ്റ്റിൽ നിന്നും ഹാർമണി റൂൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ലിസ്റ്റിൽ നിന്നും നമുക്ക് ഒരുപാട് തരത്തിലുള്ള ഹാർമണികൾ, കളറിന്റെ കോമ്പിനേഷൻസിനാണ് ഈ ഹാർമണി എന്ന് പറയുന്നത്. ആ കളറുകൾ തമ്മിൽ ചേരുമ്പോൾ ഒരു പ്രത്യേക ഹാർമണി എന്ന് പറഞ്ഞ പൊരുത്തം ഉണ്ടാവും. അതിനാണ് ഈ ഹാർമണി എന്ന് പറയുന്നത്. ഹാർമണി എന്ന് പറഞ്ഞ പൊരുത്തം എന്ന് പറയുന്നത്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ? ഇപ്പോ ഫസ്റ്റ് കളർ ആദ്യത്തിലെ കളർ കൊടുത്തിരുന്നത് ബ്ലാക്ക് ആയിരുന്നത് ഈ കളറിലേക്ക് മാറി. ഓരോ കളറുകളും സെലക്ട് ചെയ്യാൻ സാധിക്കും. കണ്ടോ? ഇനി അതുപോലെ തന്നെ ഒരു പഴയതിലേക്ക് തിരിച്ചു പോകാനായിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പഴയ രൂപത്തിലേക്ക് തന്നെ നമ്മൾ ആർട്ട് വർക്ക് കളേഴ്സിലേക്ക് തന്നെ തിരിച്ചു പോകാനായിട്ട് സാധിക്കും.
ഇവിടെ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്യാം. ഇപ്പൊ 2 കളറാണുള്ളത്. ആ 2 കളറിൽ ഏതെങ്കിലും കളർ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഇതിന് അതുകൊണ്ട് നീക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട്. അപ്പൊ എഡിറ്റ് നടക്കുന്നത് ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്ന കളറിലാണെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു കളറാണ് ഒരു സമയം എഡിറ്റിംഗ് സാധ്യമുള്ളൂ. അപ്പൊ ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നടക്കുന്നത് ഇവിടുത്തെ കളറാണ്. കാണാം, ഇതിന്റെ കളേഴ്സ് ശ്രദ്ധിക്കും. കണ്ടോ, അതിനുശേഷം അത് അസൈൻ ചെയ്യാം, അല്ലെങ്കിൽ കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു കളർ സെലക്ട് ചെയ്യാം, മറ്റൊരു കളർ സെലക്ട് ചെയ്യാം. ബ്ലാക്ക് കളർ സെലക്ട് ചെയ്തിട്ട് ഇത് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കളർ മാറുന്നതാണ്. ഇവിടെ കളർ മാറാത്തതിന് കാരണം എന്ന് വെച്ചാൽ ബ്ലാക്ക് ഹയസ്റ്റ് ഹ്യൂസിലാണ് കിടക്കുന്നത്, അതുകൊണ്ട് കാണില്ല. അപ്പൊ നമുക്കിവിടെ ഈ കൺട്രോൾ ഉപയോഗിച്ചുകൊണ്ട് ഏതെങ്കിലും അതർ കളറിലേക്ക് അതിനെ മാറ്റാം. ആണോ, അപ്പൊ അതിന്റെ ഒരു കോമ്പിനേഷനിലേക്ക് ഇത് ലഭിക്കുകയും അത് ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് കളർ ചേഞ്ച് ചെയ്യാം. ഇപ്പോ ഇതില്ലേ, മറ്റേത് ബ്ലാക്ക് ആയിരിക്കുമ്പോൾ ബ്ലാക്ക് എന്ന് പറഞ്ഞൊരു ഇത് ഹ്യൂസിൽ പെട്ടതല്ല, അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കാഞ്ഞത്, കളർ മാറാഞ്ഞത് കൊണ്ടാണ്. വിവിധ കളറുകളിലേക്ക് മാറ്റാനായിട്ട് സാധിക്കും. വേണമെങ്കിൽ അസൈൻ ചെയ്തുകൊണ്ട് നമുക്ക് ആ കളർ അസൈൻ ചെയ്യാം ഇവിടെ. അപ്പോൾ നമ്മളുടെ ഈ കളർ മാറിയിരിക്കുന്നത് ഇതിലേക്ക് മാറ്റി എന്നാണ് അർത്ഥം. നിലവിലുള്ള മുന്നത്തെ കളേഴ്സ് ആണ് ഇപ്പോൾ ഉള്ളത്, ഇത് പുതിയ കളേഴ്സ്. ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഏരോയിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് തിരിച്ച് പഴയ രൂപത്തിലേക്ക് തന്നെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇതുപോലെ ഒരു കൺട്രോൾ സാധ്യമാവുന്ന ഒരു സംവിധാനമാണ് റീകളർ ആർട്ട് വർക്ക് എന്ന് പറയുന്ന സംഗതി.